അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖാലൽ ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാഹ്. അൽ ഇമാം ഔസാഇ അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖുൽതു ലിറജുലിൻ, ഞാനൊരാളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞാനൊരാളോട് പറഞ്ഞു, ഒരാളോട് ഞാൻ പറഞ്ഞു, ഉരീദു ബൈത്തൻ, ഒരു വീട് ഞാൻ ഉദ്ദേശിക്കുന്നു, അതല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം, സമാധാനമായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എനിക്കൊരു വീട് ആവശ്യമുണ്ട്. ബി ജിവാരി ഉനാസിൻ, ചിലതരം ആളുകൾ അയൽവാസികളായിട്ട് വരണം. അങ്ങനെയുള്ളൊരു വീടാണ്, ഒറ്റപ്പെട്ട വീടല്ല. ചിലതരം ആളുകൾ അയൽവാസികളായി വരുന്ന ഒരു വീടാണ് എനിക്ക് വേണ്ടത്. ലാ യഗ്താബൂന, ആ ആളുകൾക്കുള്ള പ്രത്യേകത വെച്ചാൽ ലാ യഗ്താബൂന, അവർ ഗൈബത്ത് പറയില്ല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒന്നും പറയാത്ത ആൾക്കാരാണ് അവർ. അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് അയൽവാസിയായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ വലാ യഹ്സുദൂന, അവർക്ക് ഒരു നിലക്കുള്ള അസൂയ ഉണ്ടാവില്ല. അസൂയ തീരെ ഇല്ലാത്ത ആളുകളായിരിക്കണം എനിക്ക് കിട്ടേണ്ടത്, അയൽവാസിയായിട്ട് കിട്ടേണ്ടത്. അങ്ങനത്തെ ആളുകൾ അയൽവാസിയുള്ള ഒന്നാണ് എനിക്ക് വേണ്ടത്. വലാ യബ്ഗദൂന, കോപിക്കുന്ന ആൾക്കാരും ആവരുത്. ഈ മൂന്ന് ഘടകങ്ങളും ഒത്തുചേർന്നിട്ടുള്ള അയൽവാസികളുള്ള ഒരു വീടാണ് എനിക്ക് ആവശ്യമുള്ളത് അദ്ദേഹം പറഞ്ഞു. മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർ ഗൈബത്ത് പറയുന്ന, പരദൂഷണം പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ വെറുതെ ആവശ്യമില്ലാതെ കുറ്റവും കുറവൊന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവരില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ അല്ല, നല്ല മനുഷ്യന്മാർ. അതേപോലെ തന്നെ വലാ യഹ്സുദൂന, ഒരാൾ ഉയരുന്നതിനോ ഒരാൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനോ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഏതെങ്കിലും നിലയ്ക്ക് ഒരാൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അയാളോട് അസൂയ കാണിക്കുക. അങ്ങനെ അസൂയ കാണിക്കാത്ത ആളുകളുള്ള, അതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യം പിടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഈ മൂന്ന് സൽസ്വഭാവങ്ങളും മൂന്ന് ദുസ്വഭാവങ്ങളും മാറിയിട്ട് സൽസ്വഭാവികളായ ആളുകളാവണം. അവർ ഗീബത്ത് പറയരുത്, അവർ അസൂയ കാണിക്കരുത്, കോപിക്കുകയും ചെയ്യരുത്. അതൊന്നുമില്ലാത്ത ആളുകൾ തിങ്ങി താമസിക്കുന്ന, അതിനിടയിൽ താമസിക്കാനുള്ള അങ്ങനത്തെ ഒരു വീട് എനിക്ക് കിട്ടേണ്ടിയിരുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്? ഫഅഖദനി അർറജുലു ഇലൽ മഖ്ബറത്തി, അങ്ങനെ ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് നടന്നു. എന്നെയും കൂട്ടി അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് നടന്നു. വഖാല ലീ, എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അൽ ഔസാനി റഹിമഹുല്ലാഹിയോട് ഈ സുഹൃത്ത് പറഞ്ഞു, ഹുന, ഇവിടെ ഈ ഖബർസ്ഥാനിൽ തജിദുഹും, നിനക്കവരെ കാണാൻ പറ്റും. അസൂയില്ലാത്ത, ഗീബത്ത് പറയാത്ത, കോപിക്കാത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് നീ വീടെടുത്ത് താമസിക്കുന്നതെങ്കിൽ നിനക്ക് ഈ സ്വസ്ഥത, ശരിക്കുള്ള സ്വസ്ഥത കിട്ടും. അഥവാ ഇതൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇമാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ദുസ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അയൽവാസിയിൽ നിന്നും ഇതൊക്കെ പോകണമെന്ന് നമ്മൾ വിചാരിക്കാമെന്നല്ലാതെ അവരിലുണ്ടാവാം. അത് കണ്ടിട്ടും കാണാത്ത പോലെ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.